നിങ്ങളെല്ലാം വളരെ ലോകപ്രശസ്തരായ ബ്ലോഗർമാരും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും എല്ലാം കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നു. വലിയ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിലേക്ക് ഒരു നന്മയുടെ സന്ദേശം എത്തിച്ചു തരണം എന്ന സ്നേഹത്തോടൊരു അഭ്യർത്ഥനയാണ്. റോഡ് സുരക്ഷാ നിയമങ്ങൾ സന്ദേശങ്ങളായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തിരഞ്ഞെടുത്ത മാർഗത്തെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയ. അതായത് യൂട്യൂബേഴ്സിനെയും ബ്ലോഗർമാരെയുമാണ് പൊതുജനത്തിന് റോഡിൽ പാലിക്കേണ്ട കാര്യങ്ങൾ സന്ദേശമായി എത്തിക്കാൻ മന്ത്രി തിരഞ്ഞെടുത്തത്. ഇവർ ചെയ്യുന്ന ഓരോ വ്ലോഗിലും ഒന്നോ അതിൽ കൂടുതലോ റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ സ്വന്തം ശബ്ദത്തിലും സ്വന്തം ശൈലിയിലും തന്നെ അവതരിപ്പിക്കാമെന്നും ഇതിലൂടെ ആളുകളെ കൂടുതൽ ബോധവാനാക്കാൻ കഴിയുമെന്നും മന്ത്രി പറയുന്നു. നിങ്ങളെല്ലാം വളരെ ലോകപ്രശസ്തരായ ബ്ലോഗർമാരും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും എല്ലാം കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളാണ്. ഇപ്പോൾ ഫുഡിനെ സംബന്ധിച്ച് ബ്ലോഗ് ചെയ്യുന്നവരുണ്ട്, ഓട്ടോമൊബൈൽ ബ്ലോഗ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ മറ്റ് രാഷ്ട്രീയം, ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ, ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിലേക്ക് ഒരു നന്മയുടെ സന്ദേശം എത്തിച്ചു തരണം എന്ന സ്നേഹത്തോടൊരു അഭ്യർത്ഥനയാണ്. കേരളത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ റോഡിൽ പൊലിയുന്ന ജീവിതം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം. നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലെല്ലാം ഒരു സന്ദേശം നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ ശൈലിയിൽ, അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. മറ്റുള്ളൊരു സെലിബ്രിറ്റിയുടെ സൗണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ തന്നെയാണ് സെലിബ്രിറ്റി. ഒരു സിനിമാ താരത്തിൻ്റെയോ മറ്റോ ശബ്ദം എടുത്ത് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന ശൈലിയിൽ ഒരു 3 സന്ദേശങ്ങളിലധികം, എത്ര സന്ദേശം വേണമെങ്കിലും ആവാം, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത് ലംഘിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങളുടെ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളുടെ ഇടയിൽ ഒരു നിമിഷം ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക. എന്നെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ടോ മന്ത്രിയായിട്ടോ കാണും, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ നിലയിൽ ഈ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കണം. സ്വീകരിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ശ്രദ്ധ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇരുവശവും നോക്കി മുറിച്ച് കിടക്കണം. സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അത് നോക്കി പോകണം. ആ സീബ്ര ലൈനിൽ വരുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി കൊടുക്കണം. അതായത് വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല, റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും, സൈക്കിളിൽ പോകുന്നവർ, സ്കൂട്ടറിൽ പോകുന്നവർ, നടന്നു പോകുന്നവർ, വാഹനം ഓടിക്കുന്നവർ, ട്രക്ക് ഓടിക്കുന്നവർ, എല്ലാവരും, KSRTC ജീവനക്കാരടക്കം, ഡ്രൈവർമാരടക്കം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങളെ പറ്റി നല്ല ബോധമുള്ളവരാണ്. ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പെട്ടെന്ന് നമ്മൾ യു ടേൺ എടുക്കുകയാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. അതിനു മുമ്പ് അദ്ദേഹം ഇരുവശവും നോക്കി വേറെ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നിർത്തി, ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തി നോക്കിയതിന് ശേഷം മാത്രമേ യു ടേൺ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി എന്താണ്? നിൽക്കുന്ന നിപ്പിൽ ഓട്ടോറിക്ഷ ഒറ്റ തിരികെ കാണും. അവിടെ ഇടിയും മറിയക്കും അപകടം ഉണ്ടാവുകയാണ്. യാത്രക്കാർക്ക് അപകടം, ബൈക്കിൽ വരുന്നവർക്ക് അപകടം. ഇതെല്ലാം പിന്നെ ഒരു വശത്ത് മാറി ഒതുങ്ങിയല്ലാതെ റോഡിലേക്ക് ഇറക്കി, ടാറിട്ട ഭാഗത്തേക്ക് ഇറക്കി റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകും. ആ വണ്ടി കാണുമ്പോൾ മറ്റൊരു വണ്ടി ഒഴിഞ്ഞു പോകുമ്പോൾ അത് മറ്റൊരു വണ്ടിയായിട്ട് ഇടിക്കാനിടയാവും. അപ്പം അതുകൊണ്ട് റോഡിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടി ഒതുക്കി പാർക്ക് ചെയ്യണം എന്നതുപോലെയുള്ള സന്ദേശങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് സന്ദേശം, ഞാനീ പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് തെറ്റുകൾ, ട്രാഫിക്കിൽ നിയമലംഘനങ്ങളുടെ ഈ ഗതാഗത സംസ്കാരം നശിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെറ്റ് തിരുത്തുവാൻ വേണ്ടി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കണം. അതിനെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ അല്ലെങ്കിൽ 2-3 വീഡിയോ എങ്കിലും മിനിമം ചെയ്ത് സഹായിക്കണം. കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പിനെ, രാഷ്ട്രീയത്തിന് അതീതമായി, എല്ലാ ചിന്തകൾക്കും അതീതമായി നിങ്ങൾ എന്ത് പ്രോഗ്രാമാണോ ചെയ്യുന്നത് അതോടൊപ്പം ഒരു സന്ദേശം നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ ശൈലിയിൽ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവൂ. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുള്ളവരാണ്, നിങ്ങൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, വലിയ റീച്ച് ഉള്ളവരാണ്. ആ റീച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, റീച്ച്, നമ്മൾ പറയുന്ന ബ്ലോഗിൽ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണം, പക്ഷേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ഒരു വലിയ അപകടത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രചരണം ഇന്ത്യക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറും. ഒരു തനത് ഡ്രൈവിംഗ് സംസ്കാരം, ഒരു വാഹനം ഉപയോഗിക്കുന്നവർ, റോഡ് ഉപയോഗിക്കുന്നവരുടെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകൾക്ക് സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു പ്രചരണ പരിപാടിയിൽ നിങ്ങളുടേതായ സംഭാവനകൾ നൽകണം. നിങ്ങളെല്ലാവരും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ഓരോരോ നിങ്ങളുടെ ശൈലി അനുസരിച്ച് തയ്യാറാക്കിയിട്ട് നിങ്ങൾ തന്നെ പറയുക, നിങ്ങളുടെ ഫോളോവേഴ്സിനെ അറിയിക്കുക, അവരത് കൂടുതൽ ആളുകളെ അറിയിക്കുക. അതിലൂടെ നമുക്കൊരു
ഈ രംഗത്തൊരു ബോധവൽക്കരണം സാധ്യമാകാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വ്യക്തിപരമായി താല്പര്യമെടുത്ത് ഈ നാടിനോടുള്ള സ്നേഹം, നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും എല്ലാവരും നമ്മൾ കണ്ണീർ പൊഴിക്കാറുണ്ട്. നമ്മൾ കണ്ടു 4 കുഞ്ഞുങ്ങൾ പാലക്കാടിൽ മരിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് വേദനയായിരുന്നു. കൂന്നിയിലെ അപകടം നമുക്ക് വലിയ വേദനയായിരുന്നു. അങ്ങനെ അയ്യപ്പന്മാർ വന്ന് മരണത്തിൽപ്പെടുന്നു, ഇത് നമുക്കൊരു വേദനയുള്ള കാര്യമാണ്. എല്ലാ രംഗത്തും നമ്മൾ ആലപ്പുഴയിൽ നടന്ന സംഭവം ഹൃദയഭേദകമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ വിചാരിച്ചാൽ. അതിനുവേണ്ടി നിങ്ങളേവരോടും ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഒരു ആവശ്യമായി, എൻ്റെ ആവശ്യമായിട്ടല്ല, നിങ്ങളുടെ ഒരു ആവശ്യമായി ഏറ്റെടുത്ത് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ, ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദിവസേന നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഓരോ അപകടങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനുകളാണ് പൊലിയുന്നത്. എന്നിരുന്നാലും അപകടങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജനം ഏറെ സ്വീകരിച്ചിരിക്കുന്ന വ്ളോഗർമാരെ തന്നെ മന്ത്രി ആശ്രയിച്ചത്. വീഡിയോ ചിത്രീകരിക്കുമ്പോൾ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ളവർക്ക് അത് ദൂരീകരിക്കാൻ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഏർപ്പാടാക്കിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പുതിയ നടപടിയുമായി ഗതാഗത മന്ത്രി രംഗത്തെത്തിയത്. എന്തായാലും മന്ത്രിയുടെ ഈ വെറൈറ്റി മൂവ് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടിനെ അനുകൂലിച്ച് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭ്യമാവുന്നത്.